നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ നിന്നും തീവ്രവാദ സംഘടനകൾക്ക് ധനസഹായം ലഭിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. 300 ബില്യൺ പൗണ്ട് വരെ ധനസഹായം തീവ്രവാദ സംഘടനകൾക്ക് ബ്രിട്ടൻ നൽകുന്നുവെന്ന് ഹെൻറി ജാക്സൺ സൊസൈറ്റി. വർഷം തോറും ലക്ഷക്കണക്കിന് പൗണ്ടുകൾ കൈപ്പറ്റുന്നത് ഹമാസ്, ബോക്കോ ഹറാം, ഹൂത്തികൾ തുടങ്ങിയ തീവ്രവാദ സംഘങ്ങൾ. റഷ്യൻ ഭീഷണി ശക്തമായ സാഹചര്യത്തിൽ രാജ്യം യുദ്ധത്തിനായി തയ്യാറാകണമെന്ന് ബ്രിട്ടീഷ് സായുധ സേനാ മേധാവി എയർ ചീഫ് മാർഷൽ സർ റിച്ചാർഡ് നൈറ്റൺ. മുന്നറിയിപ്പ്: റഷ്യയുടെ സൈനിക ശക്തി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബ്രിട്ടൻ നേരിട്ടുള്ള ആക്രമണ ഭീഷണി നേരിടാൻ സാധ്യതയുള്ളതിനാൽ സായുധ സേന മാത്രമല്ല രാജ്യത്തിന്റെ ജനങ്ങളെല്ലാം യുദ്ധത്തിൽ പോരാടാൻ തയ്യാറാകണമെന്നും എയർ ചീഫ് മാർഷൽ. ബ്രെക്സിറ്റിന് പിന്നാലെ UK വീണ്ടും എറാസ്മസ് വിദ്യാർത്ഥി കൈമാറ്റ പദ്ധതിയിൽ ചേരാൻ ഒരുങ്ങുന്നു. പദ്ധതി തിരികെ കൊണ്ടുവരുന്നത് 5 വർഷത്തിനു ശേഷം. എറാസ്മസിലേക്കുള്ള തിരിച്ചുവരവ് യൂറോപ്യൻ യൂണിയനുമായി പുതിയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന കിർ സ്റ്റാർമറിന്റെ താൽപര്യത്തിൽ. ഔദ്യോഗിക പ്രഖ്യാപനം ബുധനാഴ്ചയുണ്ടാകും. ലോകത്തിലെ ഏറ്റവും മികച്ച പാസ്പോർട്ടുകളുടെ പുതിയ പട്ടികയിൽ നിന്നും UK പിന്തള്ളപ്പെട്ടു. 15ാം സ്ഥാനത്ത് നിന്നും തള്ളി മാറ്റപ്പെട്ടത് 35ാം സ്ഥാനത്തേക്ക്. വലിയ തിരിച്ചടി നേരിട്ട് ബ്രിട്ടൻ. ബ്രെക്സിറ്റിന് ശേഷമുള്ള യാത്രാ നിയന്ത്രണങ്ങൾ, നികുതി, പൗരത്വ നിയമങ്ങളിലെ മാറ്റങ്ങൾ എന്നിവ തിരിച്ചടിക്ക് പ്രധാന കാരണം. സിറിയ ഉൾപ്പെടെ 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് കൂടി ട്രംപിന്റെ യാത്രാവിലക്ക്. പലസ്തീൻ അതോറിറ്റിയുടെ പാസ്പോർട്ട് കൈവശമുള്ളവരെയും അമേരിക്കയിൽ പ്രവേശിപ്പിക്കില്ല. വിലക്ക് ഏർപ്പെടുത്തിയത് അമേരിക്കയെ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിദേശികളെ നിരോധിക്കാനെന്ന് വൈറ്റ് ഹൌസ്. ലഹരി മരുന്ന് കടത്ത് ആരോപിച്ച് പസഫിക് സമുദ്രത്തിൽ ബോട്ടുകൾ ആക്രമിച്ച് US സൈന്യം. കൊല്ലപ്പെട്ടത് 8 പേർ. നടപടി തുടരുമെന്ന് ട്രംപ് ഭരണകൂടം. ട്രംപിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് വിവാദ പരാമർശങ്ങളുമായി ട്രംപിന്റെ വിശ്വസ്ത സഹായി രംഗത്ത്. ഇലോൺ മസ്ക് കെറ്റാമിൻ ഉപഭോക്താവെന്നും ആരോപണം. സബ്കാ ബീമ സബ്കി രക്ഷ ബിൽ ലോക്സഭ അംഗീകരിച്ചു. ബിൽ ലക്ഷ്യമിടുന്നത് ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 74-ൽ നിന്ന് 100% 1938-ലെ ഇൻഷുറൻസ് ആക്ട് അടക്കം നിർണായക ഭേദഗതികൾ വരുത്തും. രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനികളിൽ പൂർണ്ണമായും വിദേശ ഉടമസ്ഥത അനുവദിക്കും. ലൈംഗികാതിക്രമ കേസിൽ മുൻ മന്ത്രി നീലലോഹിതദാസൻ നാടാരെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ പരാതിക്കാരി സുപ്രീം കോടതി. ഹൈക്കോടതി വിധിയിൽ പിഴവുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിനാസ്പദമായ സംഭവം നടന്നത് 1999 ഫെബ്രുവരി 27. IAS ഉദ്യോഗസ്ഥ പരാതി നൽകിയത് 2002 ഫെബ്രുവരി. പിണറായിയിൽ CPM പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നത് പടക്കം പൊട്ടി. പുതിയ വാദവുമായി CPM നേതാവ് EP ജയരാജൻ. ബോംബ് പൊട്ടിയാണ് CPM പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നതെന്ന ആരോപണത്തിൽ ഉറച്ച് കോൺഗ്രസും BJPയും. വാർത്തകൾ വിശദമായി. UK വീണ്ടും എറാസ്മസ് വിദ്യാർത്ഥി കൈമാറ്റ പദ്ധതിയിൽ ചേരാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വന്നതിന് പിന്നാലെയാണ് അവസാനിപ്പിച്ച എറാസ്മസ് വിദ്യാർത്ഥി കൈമാറ്റ പദ്ധതിയിൽ UK വീണ്ടും ചേരാൻ ഒരുങ്ങുന്നത്. 5 വർഷത്തിനു ശേഷമാണ് UK ഈ പദ്ധതിയിലേക്ക് തിരിച്ചെത്താൻ ചർച്ചകൾ ആരംഭിച്ചത്. സർക്കാർ നിലവിൽ നടക്കുന്ന ചർച്ചകളെ കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിലും ബുധനാഴ്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 5 വർഷത്തിനു ശേഷം UK വീണ്ടും എറാസ്മസ് പദ്ധതിയിൽ ചേരാൻ ഒരുങ്ങുകയാണ്. ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠനം, പരിശീലനം, സന്നദ്ധ സേവനം എന്നിവയ്ക്കായി 1 വർഷം വരെ ധനസഹായം ലഭിക്കും. ബ്രെക്സിറ്റിന് പിന്നാലെ 2021-ൽ എറാസ്മസിന് പകരമായി ട്യൂറിംഗ് പദ്ധതി UK ആരംഭിച്ചിരുന്നു. ഇതിലൂടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ സമാന അവസരങ്ങൾ ഒരുക്കുകയായിരുന്നു ലക്ഷ്യം. യൂറോപ്യൻ യൂണിയനുമായി പുതിയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് എറാസ്മസിലേക്കുള്ള തിരിച്ചുവരവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ നേരത്തെ തന്നെ യുവജന കൈമാറ്റ പദ്ധതികൾ യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാകുന്ന പുതിയ കരാറിന്റെ ഭാഗമാകാമെന്ന് സൂചിപ്പിച്ചിരുന്നു. തീരുമാനം യാഥാർത്ഥ്യമായാൽ ആയിരക്കണക്കിന് UK വിദ്യാർത്ഥികൾക്ക് വീണ്ടും യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരങ്ങൾ ലഭ്യമാകും. ഇംഗ്ലണ്ടിലെ NHS ദന്ത ചികിത്സാ സംവിധാനത്തിൽ സമൂല മാറ്റം കൊണ്ടുവരാൻ സർക്കാർ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട് പുറത്ത്. പുതിയ പദ്ധതി അനുസരിച്ച് അടിയന്തര ദന്ത ചികിത്സ ആവശ്യമായവർക്കും സങ്കീർണ ചികിത്സ ആവശ്യമായ രോഗികൾക്കും ഇനി കൂടുതൽ മുൻഗണന നൽകാനാണ് തീരുമാനം. ഇതിലൂടെ ദന്ത ചികിത്സ ലഭ്യമാകാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യം കുറയ്ക്കുകയാണ് സർക്കാർ ലക്ഷ്യം. പുതിയ നിർദ്ദേശം അനുസരിച്ച് ഗുരുതരമായ ചികിത്സ ആവശ്യമായ സങ്കീർണ കേസുകളിൽ രോഗികൾക്ക് 200 പൗണ്ടിലധികം തുക ലാഭിക്കാനാകും. ചില രോഗികൾക്ക് ഏകദേശം 225 പൗണ്ട് വരെ ചെലവ് കുറയുമെന്നാണ് വിലയിരുത്തൽ. ഈ പുതിയ നീക്കം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ വർഷങ്ങളായി NHS-ൽ ദന്ത ഡോക്ടർമാരുടെ അഭാവം തുടരുകയാണെന്ന് ബ്രിട്ടീഷ് ഡെന്റൽ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. ആവശ്യമായ അധിക ധനസഹായവും ഡോക്ടർമാരുടെ കുറവും പരിഹരിച്ചില്ല എങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല എന്ന് സംഘടന വ്യക്തമാക്കി. ചില പ്രദേശങ്ങളിൽ ഡെന്റൽ സേവനത്തിന്റെ അവസ്ഥ പരിതാപകരമായ സാഹചര്യത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാരമാണ് വേണ്ടതെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
ലോകത്തിലെ ഏറ്റവും മികച്ച പാസ്പോർട്ടുകളുടെ പുതിയ പട്ടികയിൽ നിന്നും UK 15-ാം സ്ഥാനത്തു നിന്നും ഈ വർഷം 35-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഈ വർഷം മാൾട്ടയുടെ പാസ്പോർട്ടാണ് ലോകത്ത് 1-ാം സ്ഥാനത്തെത്തി നിൽക്കുന്നത്. വിസ സൗകര്യങ്ങൾ, നികുതി നിയമങ്ങൾ, വ്യക്തിഗത സ്വാതന്ത്ര്യം, ആഗോള അംഗീകാരം എന്നിവ വിലയിരുത്തിയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച പാസ്പോർട്ടുകളുടെ പട്ടികയിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇത്തവണ മുൻനിരയിൽ ഇടം നേടി. ബ്രെക്സിറ്റിന് ശേഷമുള്ള യാത്രാ നിയന്ത്രണങ്ങൾ, നികുതി, പൗരത്വ നിയമങ്ങളിലെ മാറ്റങ്ങൾ എന്നിവയാണ് ബ്രിട്ടന്റെ ഈ തിരിച്ചടിക്ക് പ്രധാന കാരണം. നോമാഡ് പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ പാസ്പോർട്ട് 148-ാം സ്ഥാനത്താണ്. വിസാരഹിത യാത്രാ സൗകര്യം കുറവായതും അന്താരാഷ്ട്ര സ്വാതന്ത്ര്യ മാനദണ്ഡങ്ങളിൽ പിന്നോക്കം നിൽക്കുന്നതുമാണ് ഇതിന് കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. ആഗോളതലത്തിൽ പാസ്പോർട്ടുകളുടെ മൂല്യം എങ്ങനെ മാറുന്നു എന്നതിന്റെ വ്യക്തമായ ചിത്രം നൽകുന്നതാണ് ഈ പുതിയ റാങ്ക്. അതേസമയം കഴിഞ്ഞ വർഷം 44-ാം സ്ഥാനത്തുണ്ടായിരുന്ന US പാസ്പോർട്ട് നോമാഡ് പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഈ വർഷം 45-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ഉയർന്ന നികുതി ബാധ്യതയും പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഈ ഇടിവിന് കാരണമെന്നാണ് വിലയിരുത്തൽ. മറുവശത്ത് അയർലൻഡ്, ഗ്രീസ്, സ്വിറ്റ്സർലാൻഡ്, പോർച്ചുഗൽ, ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പാസ്പോർട്ടുകൾ മുൻനിര സ്ഥാനങ്ങൾ നിലനിർത്തി. കൂടുതൽ വിസ സൗകര്യങ്ങളും സ്ഥിരതയുള്ള നിയമവ്യവസ്ഥയും വ്യക്തിഗത സ്വാതന്ത്ര്യവും തന്നെയാണ് യൂറോപ്യൻ പാസ്പോർട്ടുകൾക്ക് ഈ മേൽക്കൈ നൽകുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു. റഷ്യൻ ഭീഷണി ശക്തമായ സാഹചര്യത്തിൽ രാജ്യവും സമൂഹവും യുദ്ധത്തിനായി തയ്യാറാകണമെന്ന മുന്നറിയിപ്പുമായി ബ്രിട്ടീഷ് സായുധ സേനാ മേധാവി എയർ ചീഫ് മാർഷൽ സർ റിച്ചാർഡ് നൈറ്റൺ. റഷ്യയുടെ സൈനിക ശക്തി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബ്രിട്ടൻ നേരിട്ടുള്ള ആക്രമണ ഭീഷണി നേരിടാൻ സാധ്യതയുള്ളതിനാലാണ് ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകുന്നത്. യുക്രൈനിൽ 4 വർഷത്തോളം നീണ്ട യുദ്ധത്തിലൂടെ റഷ്യൻ സൈന്യം കൂടുതൽ പരിചയസമ്പന്നനായ സാഹചര്യത്തിലാണ് സുരക്ഷയ്ക്കായി രാജ്യത്തിന്റെ മക്കളെല്ലാം പോരാടാൻ തയ്യാറാകണമെന്ന നിർദ്ദേശം എത്തിയത്. റഷ്യൻ ഭീഷണി ശക്തമായ സാഹചര്യത്തിലാണ് ബ്രിട്ടൻകാരോട് കരുതിയിരിക്കാനുള്ള നിർദ്ദേശം ബ്രിട്ടീഷ് സായുധ സേനാ മേധാവി എയർ ചീഫ് മാർഷൽ സർ റിച്ചാർഡ് നൈറ്റൺ നൽകിയത്. നാറ്റോ സഖ്യകക്ഷികളോടൊപ്പം സായുധ സേനയാണ് ആദ്യ പ്രതിരോധമെങ്കിലും മുഴുവൻ സമൂഹവും പ്രതിരോധത്തിനായി ഒരുങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. സൈന്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ മാത്രം കാര്യമില്ല. വ്യവസായം, അടിസ്ഥാന സൗകര്യങ്ങൾ, ജനങ്ങളുടെ മനോഭാവം എന്നിവയും യുദ്ധ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമാക്കണം. യുദ്ധസമയത്ത് എന്താണ് ത്യാഗമെന്നത് കൂടുതൽ കുടുംബങ്ങൾ നേരിട്ട് അനുഭവിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ ആക്രമണ സാധ്യത നിലവിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആക്രമണ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നതെന്ന് ബ്രിട്ടീഷ് സായുധ സേനാ മേധാവി വ്യക്തമാക്കി. റഷ്യയുടെ സൈന്യം 11 ലക്ഷം പേരിലേറെ ശക്തിയുള്ളതും പ്രതിരോധ ചെലവ് വൻതോതിൽ ഉയർന്നതുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ശീതയുദ്ധത്തിന് ശേഷമുള്ള ദീർഘകാല സമാധാനത്തിന് ശേഷം രാജ്യസുരക്ഷയെക്കുറിച്ചുള്ള ബോധവും തയ്യാറെടുപ്പും വീണ്ടും സമൂഹത്തിൽ ശക്തിപ്പെടുത്തേണ്ട സമയമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബ്രിട്ടനിൽ നിന്നും തീവ്രവാദ സംഘടനകൾക്ക് ധനസഹായം ലഭിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. ഓരോ വർഷവും 300 മില്യൺ പൗണ്ട് വരെ ധനസഹായം തീവ്രവാദ സംഘടനകൾക്ക് ബ്രിട്ടൻ നൽകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയായ ഹെൻറി ജാക്സൺ സൊസൈറ്റിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. യുദ്ധമേഖലയിലെ അശരണരെ സഹായിക്കാനുള്ള പദ്ധതികൾ ദുരുപയോഗം ചെയ്ത് ഹമാസ്, ബോക്കോ ഹറാം, ഹൂത്തികൾ തുടങ്ങിയവരാണ് ലക്ഷക്കണക്കിന് പൗണ്ടുകൾ ഓരോ വർഷവും കൈപ്പറ്റുന്നത്. ബ്രിട്ടനിൽ യുദ്ധമേഖലയിലുള്ളവരെ സഹായിക്കാനുള്ള ക്യാഷ് ആൻഡ് വൗച്ചർ അസിസ്റ്റൻസ് പദ്ധതി വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്നും ഇത് ബ്രിട്ടനിലെ സഹായമെന്ന വ്യാജേനയുള്ള ഏറ്റവും വലിയ തട്ടിപ്പായി മാറിയിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു. എത്ര തുകയാണ് ഈ പദ്ധതിക്ക് കീഴിൽ പണമായി നൽകുന്നത് എന്ന വിവരം ഇതുവരെ ബ്രിട്ടീഷ് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ 2024-ൽ 225 മുതൽ 310 മില്യൺ പൗണ്ട് വരെ പണമായി നൽകിയെന്നാണ് HJSന്റെ വിശകലന റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് പൂർണ്ണമായും തീവ്രവാദികൾക്കാണ് ലഭിച്ചതെന്ന് പറയാനാവില്ലെങ്കിലും ഗണ്യമായ ഒരു തുക അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും HJS പറയുന്നു. യുദ്ധമേഖലകളിലെ വിപണികളും പണവിനിമയം ചെയ്യുന്നവരും വിതരണ ശൃംഖലകളും ചെക്ക് പോയിന്റുകളും എല്ലാം തീവ്രവാദികളുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് അയക്കുന്ന പണം തീവ്രവാദികളുടെ നേരിട്ടുള്ള ഒരു വരുമാന സ്രോതസ്സായി മാറുകയാണെന്നും അവർ പറയുന്നു. ഇത്തരത്തിൽ പണം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ബ്രിട്ടൻ കർശനമായ നടപടികൾ കൈക്കൊള്ളണമെന്നും അവർ കൂട്ടിച്ചേർത്തു. സിറിയ ഉൾപ്പെടെ 7 രാജ്യങ്ങളിലെ പൗരന്മാരെയും പലസ്തീൻ അതോറിറ്റിയുടെ പാസ്പോർട്ട് കൈവശമുള്ളവരെയും US-ൽ പ്രവേശിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിലക്കി. US-നെ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിദേശികളെ നിരോധിക്കാനാണ് ട്രംപിന്റെ നീക്കമെന്നാണ് വൈറ്റ് ഹൌസിന്റെ വിശദീകരണം. സിറിയ ഉൾപ്പെടെ 7 രാജ്യങ്ങളിലെ പൗരന്മാരെയും പലസ്തീൻ അതോറിറ്റിയുടെ പാസ്പോർട്ട് കൈവശമുള്ളവരെയും US-ൽ പ്രവേശിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിലക്കിയതിനോടൊപ്പം വിദേശികൾ US-ന്റെ സംസ്കാരം, സർക്കാർ, സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപക തത്വങ്ങൾ എന്നിവയെ ദുർബലപ്പെടുത്തുകയോ അസ്ഥിരപ്പെടുത്തുകയോ ചെയ്യുന്നത് തടയാൻ ട്രംപ് ആഗ്രഹിക്കുന്നതായും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി.
സിറിയയിൽ 2 US സൈനികരും ഒരു സിവിലിയനും കൊല്ലപ്പെട്ടതിനു പിന്നാലെയാണ് ട്രംപിന്റെ നീക്കം. ആഫ്രിക്കയിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളായ ബുർക്കിന ഫാസോ, മാലി, നൈജർ, സിയറ ലിയോൺ, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കും തെക്കുകിഴക്കൻ ഏഷ്യയിലെ ലാവോസിൽ നിന്നുള്ളവർക്കുമാണ് സിറിയയെ കൂടാതെ പ്രവേശന വിലക്ക് പുതിയതായി ഏർപ്പെടുത്തിയത്. നൈജീരിയ, കരീബിയൻ രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ട്രംപ് ഭാഗിക യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് എന്നാണ് വൈറ്റ് ഹൌസ് പറയുന്നത്. സൊമാലിയക്കാരുടെ US പ്രവേശനം ട്രംപ് ഇതിനോടകം നിരോധിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാൻ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, എറിത്രിയ, ഹെയ്തി, ഇറാൻ, ലിബിയ, മ്യാൻമാർ, സുഡാൻ, യമൻ എന്നിവയാണ് US-ൽ പൂർണ്ണ യാത്രാ നിരോധനം നേരിടുന്ന മറ്റു രാജ്യങ്ങൾ. അങ്കോള, ആന്റിഗോ ആൻഡ് ബാർബുഡ, ബെനിൻ, ഡൊമിനിക്ക, ഗാബൺ, ഗാംബിയ, ഐവറി കോസ്റ്റ്, മലാവി, മൗറിറ്റാനിയ, സെനഗൽ, ടാൻസാനിയ, ടോങ്ക, സാംബിയ, സിംബാബ്വെ എന്നീ രാജ്യങ്ങൾക്ക് ഭാഗിക നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ലഹരിമരുന്ന് കടത്ത് ആരോപിച്ച് പസഫിക് സമുദ്രത്തിൽ US സൈന്യം 3 ബോട്ടുകൾ ആക്രമിച്ചു. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നും 8 പേർ കൊല്ലപ്പെട്ടെന്നും US സദേൺ കമാൻഡ് അറിയിച്ചു. ലഹരിമരുന്ന് കടത്ത് സംഘങ്ങൾക്കെതിരെ സെപ്റ്റംബർ 2-ന് ആരംഭിച്ച പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണെന്നും നടപടി തുടരുമെന്നും ട്രംപ് ഭരണകൂടം വ്യക്തമാക്കി. ലഹരിമരുന്ന് കടത്ത് സംഘങ്ങൾക്കു നേരെയുള്ള നടപടിയെക്കുറിച്ച് വിശദീകരിക്കാൻ സെനറ്റർമാരുടെ യോഗം ചേരുമെന്ന് US സെനറ്റ് മൈനോറിറ്റി ലീഡർ ചക് ഷൂമർ അറിയിച്ചു. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് എന്നിവർ യോഗത്തിൽ സംസാരിക്കുമെന്നാണ് സൂചന. ലഹരിമരുന്ന് കടത്ത് ആരോപിച്ച് വെനസ്വേലയ്ക്കെതിരെ US നടപടി കടുപ്പിച്ചിരിക്കുകയാണ്. കരീബിയൻ കടലിലേക്ക് ആയിരക്കണക്കിന് സൈനികരെയും വിമാനവാഹിനി കപ്പൽ വ്യൂഹത്തെയും അയച്ചതും വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയ്ക്കെതിരെ ആവർത്തിച്ചുള്ള ഭീഷണികളും ഇതിന്റെ ഭാഗമാണ് എന്നാണ് വിലയിരുത്തൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് വിവാദ പരാമർശങ്ങളുമായി ട്രംപിന്റെ വിശ്വസ്ത സഹായിയായ വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ് രംഗത്ത്. വാനിറ്റി ഫെയറിന് നൽകിയ അഭിമുഖത്തിലാണ് വിവാദ പരാമർശങ്ങൾ ഉള്ളത്. ട്രംപ് മദ്യപാനിയാണെന്നും അവസരം ലഭിക്കുമ്പോൾ പ്രതികാരത്തിനായി ഇറങ്ങിപ്പുറപ്പെടുന്ന സ്വഭാവക്കാരനാണെന്നുമാണ് തന്റെ വിവാദ പരാമർശത്തിൽ സൂസി വൈൽസ് പറഞ്ഞത്. ട്രംപിന്റെ പല നയങ്ങളും എതിരാളികളോടുള്ള പ്രതികാര ലക്ഷ്യത്തോടെ ഉള്ളതാണ് എന്നും വൈൽസ് വെളിപ്പെടുത്തി. ട്രംപിന്റെ മുൻ സഖ്യകക്ഷിയായിരുന്ന ടെസ്ല CEO എലോൺ മസ്കിനെ കെറ്റാമൈൻ ഉപഭോക്താവെന്നും സൂസി വൈൽസ് വിശേഷിപ്പിച്ചു. മസ്ക് പകൽ സമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസ് ബിൽഡിംഗിൽ സ്ലീപ്പിംഗ് ബാഗിൽ ഉറങ്ങുന്ന വിചിത്ര ജീവിയാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു. USAID പിരിച്ചുവിട്ട മസ്കിന്റെ രീതി തന്നെ ഞെട്ടിച്ചെന്നും ആ നടപടി നല്ലതാണെന്ന് കരുതുന്നില്ല എന്നും വൈൽസ് അഭിപ്രായപ്പെട്ടു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ അമേരിക്കയുടെ ഗൂഢാലോചന സിദ്ധാന്തക്കാരൻ എന്നും സൂസി വൈൽസ് വിളിച്ചു. എങ്കിലും 2028-ലെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പിന്തുണയ്ക്കുന്ന ആദ്യത്തെ ആളുകളിൽ താൻ ഉണ്ടാകുമെന്നും അവർ പറഞ്ഞു. US അറ്റോർണി ജനറൽ പാം ബോണ്ടിയുടെ എപ്സ്റ്റൈൻ ഫയലുകൾ കൈകാര്യം ചെയ്ത രീതിയെയും സൂസി വൈൽസ് വിമർശിച്ചു. എപ്സ്റ്റൈൻ ഫയലുകളിൽ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനെതിരെ കുറ്റകരമായ തെളിവുകൾ ഉണ്ട് എന്ന ട്രംപിന്റെ വാദം തെറ്റാണെന്നും വൈൽസ് പറഞ്ഞു. കരീബിയൻ കടലിൽ അമേരിക്ക നടത്തിയ ബോട്ട് സ്ട്രൈക്കുകൾ മയക്കുമരുന്ന് തടയാനാണ് എന്ന ട്രംപ് ഭരണകൂടത്തിന്റെ വാദത്തെ വൈൽസ് നിഷേധിച്ചു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനാണ് ഇത് ചെയ്യുന്നതെന്നും മഡൂറോ കീഴടങ്ങുന്നതുവരെ ബോട്ടുകൾ തകർക്കുന്നത് തുടരുമെന്നും അവർ സൂചിപ്പിച്ചു. പരാമർശങ്ങൾ വിവാദമായതോടെ അഭിമുഖം തനിക്കെതിരായ ഗൂഢാലോചനയാണ് എന്ന് സൂസി വൈൽസ് ആരോപിച്ചു. ട്രംപിനെ കുറിച്ചും ടീമിനെ കുറിച്ചും പറഞ്ഞ നല്ല കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഭരണകൂടത്തെക്കുറിച്ച് പ്രതികൂലമായ ചിത്രം വരച്ചുകാട്ടാനായി തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വാക്കുകൾ വളച്ചൊടിച്ചുവെന്നവർ എക്സിൽ കുറിച്ചു. 11 മാസത്തിനുള്ളിൽ ഏതൊരു പ്രസിഡന്റും 8 വർഷത്തിനുള്ളിൽ നേടിയതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ട്രംപ് കൈവരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപിന്റെ അതുല്യമായ നേതൃത്വവും ദർശനവുമാണ് ഇതിന് കാരണം. ഒരു ദശാബ്ദക്കാലം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചത് ബഹുമതിയായി കാണുന്നു എന്നാണ് സൂസി വൈൽസ് കുറിച്ചത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 120.54 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.14 യൂറോ, ഒരു US ഡോളർ 90.35 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.78 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 65.54 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ലൈംഗികാതിക്രമ കേസിൽ മുൻ മന്ത്രി നീലലോഹിതദാസൻ നാടാരെ കുറ്റമുക്തനാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ പരാതിക്കാരിയുടെ അപ്പീൽ. ഹൈക്കോടതി വിധിയിൽ പിഴവുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചത്. 1999 ഫെബ്രുവരി 27-നാണ് കേസിനാസ്പദമായ ലൈംഗികാതിക്രമം ഉണ്ടായത്. ഉദ്യോഗസ്ഥയെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തുകയും തിരിച്ചിറങ്ങാൻ നേരം മോശമായി പെരുമാറിയെന്നുമാണ് പരാതി.
കേരള വനം വകുപ്പിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിലെടുത്ത കേസിൽ ഹൈക്കോടതി നീലലോഹിദാസൻ നാടാരെ വെറുതെ വിട്ടിരുന്നു. നേരത്തെ വിചാരണ കോടതി അദ്ദേഹത്തെ 1 വർഷത്തേക്ക് ശിക്ഷിച്ചിരുന്നു. ശിക്ഷയ്ക്കെതിരെ നീലലോഹിതദാസൻ നൽകിയ ഹർജിയിലായിരുന്നു ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ വിധി. 1999 ഫെബ്രുവരി 27-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അന്ന് വനം മന്ത്രിയായിരുന്ന നീലലോഹിതദാസൻ നാടാർ ഫോണിൽ നിർദ്ദേശിച്ച പ്രകാരം ഔദ്യോഗിക ചർച്ചയ്ക്കായി കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലെത്തിയ ഉദ്യോഗസ്ഥയെ ചർച്ച കഴിഞ്ഞ് മടങ്ങുന്ന സമയം 1-ാം നമ്പർ മുറിയിൽ വെച്ച് കടന്നു പിടിക്കുകയും അപമാനിക്കുകയും ചെയ്തുവെന്നായിരുന്നു പരാതി. 2002 ഫെബ്രുവരിയിൽ നീലലോഹിതദാസൻ നാടാർക്കെതിരെ മുൻ IAS ഉദ്യോഗസ്ഥ പരാതി നൽകിയിരുന്നു. ഇത് ഉയർന്നു വന്നതോടെയാണ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥ അന്നത്തെ DGPക്ക് പരാതി നൽകുന്നതും കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിനെ കൈമാറുകയും ചെയ്തത്. രഹസ്യ വിചാരണ നടന്ന കേസിൽ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി നീലലോഹിതദാസൻ നാടാരെ 1 വർഷം തടവിന് ശിക്ഷിച്ചു. അപ്പീൽ നൽകുന്നതിനായി ശിക്ഷ നടപ്പാക്കുന്നത് കോടതി 1 മാസത്തേക്ക് മാറ്റിവെച്ചിരുന്നു. തുടർന്ന് നീലലോഹിതദാസൻ നാടാർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. വനമാഫിയയാണ് തനിക്കെതിരെയുള്ള കേസിന് പിന്നിലെന്നായിരുന്നു നീലലോഹിദാസൻ നാടാർ ആരോപണങ്ങളെ കുറിച്ച് പ്രതികരിച്ചത്. നിലവിൽ RJD ദേശീയ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് നീലലോഹിദാസൻ നാടാർ. ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 74-ൽ നിന്ന് 100% ഉയർത്തുന്നതിനുള്ള സബ്കാ ബീമ സബ്കി രക്ഷാ ബിൽ ലോക്സഭ അംഗീകരിച്ചു. 1938-ലെ ഇൻഷുറൻസ് ആക്ട്, 1956-ലെ LIC ആക്ട്, 1999-ലെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് എന്നിവയിൽ നിർണായക ഭേദഗതികൾ വരുത്തുന്നതാണ് ഭേദഗതി ബിൽ. 100% നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഉറപ്പാക്കുമ്പോഴും ഉന്നത ഔദ്യോഗിക തലത്തിൽ ചെയർപേഴ്സൺ, മാനേജിംഗ് ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരിൽ ഏതെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഇൻഷുറൻസ് ഇതര സ്ഥാപനങ്ങളെ തമ്മിൽ ലയിപ്പിച്ച് കോർപ്പറേറ്റ് ഘടനയിലേക്ക് കൊണ്ടുവരാനും നിർദ്ദേശമുണ്ട്. 2047-ഓടെ എല്ലാവർക്കും ഇൻഷുറൻസ് എന്നത് ലക്ഷ്യമിട്ട് ഇൻഷുറൻമാരെ ഒറ്റ രജിസ്ട്രേഷനു കീഴിൽ കൊണ്ടുവരാനുള്ള കോമ്പസിറ്റ് ലൈസൻസ് സംവിധാനം പുതിയ ബില്ലിൽ നിന്ന് ഒഴിവാക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനികളിൽ പൂർണ്ണ വിദേശ ഉടമസ്ഥത അനുവദിക്കും. ഇൻഷുറൻസ് മേഖലയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രോത്സാഹിപ്പിക്കും. 2047-ഓടെ എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന ലക്ഷ്യത്തിനായി ദീർഘകാലാടിസ്ഥാനത്തിൽ വിദേശ മൂലധനത്തെ ആകർഷിക്കൽ, സാങ്കേതിക വിദ്യ കൈമാറ്റം, പുതിയ പോളിസി ഉടമകൾക്കായി എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്, വിദേശ റീഇൻഷുറന്മാരുടെ പ്രവേശനം എളുപ്പമാക്കാൻ അവർക്കുള്ള നെറ്റ് ഓൺ ഫണ്ട് 5000 കോടിയായിരുന്നത് 1000 കോടിയായി കുറച്ചു. വഴിവിട്ട രീതിയിലുള്ള നേട്ടങ്ങൾ തിരിച്ചുപിടിക്കാൻ ഉതകും വിധം സെബിയുടെ എൻഫോഴ്സ്മെന്റ് ടൂൾ കിറ്റിന് സമാനമായി IRDAIക്ക് അധികാരം, LIC ഏജന്റുമാർ അടക്കമുള്ള ഇൻഷുറൻസ് ഇടനിലക്കാർക്ക് ഒറ്റത്തവണ രജിസ്ട്രേഷൻ, സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ പുതിയ സോണൽ ഓഫീസുകൾ തുടങ്ങാം, IRDAI ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി 5 വർഷമോ 65 വയസ്സോ ഏതാണോ ആദ്യം അത് തുടങ്ങിയവയാണ് ബിൽ ഭേദഗതിയുടെ പുതിയ വ്യവസ്ഥകൾ. പിണറായിയിൽ CPM പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നത് ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ പടക്കം പൊട്ടിയാണെന്ന് CPM നേതാവ് EP ജയരാജൻ. സംഭവം ബോംബ് സ്ഫോടനമാണെന്ന് വ്യാഖ്യാനിച്ച് കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കരുതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പിണറായിയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് CPM പ്രവർത്തകനായ വിപിൻ രാജിന്റെ കൈപ്പത്തി തകർന്നതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പടക്കം പൊട്ടിയാണ് അപകടം ഉണ്ടായതെന്നാണ് പിണറായി പോലീസിന്റെ FIR. വിപിൻ സ്ഫോടക വസ്തു അശ്രദ്ധമായി കൈകാര്യം ചെയ്തെന്ന കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാളുടെ കൈവശം എങ്ങനെ സ്ഫോടക വസ്തു എത്തിയെന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ബോംബ് പൊട്ടിയാണ് CPM പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നത് എന്നാണ് കോൺഗ്രസും BJPയും ആരോപിക്കുന്നത്. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സിനിമകൾ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധിയായിരുന്നു. പലസ്തീൻ 36 ഉൾപ്പെടെ 3 ചിത്രങ്ങൾക്ക് കൂടി കേന്ദ്രം അനുമതി നൽകി. ഇനി 7 ചിത്രങ്ങൾക്കാണ് അനുമതി ലഭിക്കാനുള്ളത്. എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു. അതേസമയം ചിത്രങ്ങൾക്കു സെൻസർഷിപ്പ് ഇളവ് ലഭിക്കാൻ വൈകിയതിൽ ചലച്ചിത്ര അക്കാദമിക്കെതിരെ സംവിധായകൻ ഡോക്ടർ ബിജുവിന് പിന്നാലെ IFFK മുൻ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ദീപിക സുശീലനും രംഗത്തെത്തി. നടപടിക്രമങ്ങളിലെ വീഴ്ചകളെ രാഷ്ട്രീയ വിവാദമാക്കുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിക്കാനുള്ള നീക്കമാണെന്ന് ദീപിക സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സെൻസർ ഇളവ് ആവശ്യപ്പെട്ട് ഡിസംബർ 3-നാണ് ഇത്തവണ IFFK അധികൃതർ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് കത്തു നൽകിയത്. വിലക്കിയ 19 ചിത്രങ്ങളിൽ ബീഫ്, ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക്, ഹാർട്ട് ഓഫ് ദ വൂൾഫ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഗാസ തുടങ്ങിയ 9 ചിത്രങ്ങൾക്ക് കേന്ദ്രം ഇന്നലെ പ്രദർശനാനുമതി നൽകിയിരുന്നു. അതേസമയം ഈഗിൾസ് ഓഫ് ദി റിപ്പബ്ലിക് ഉൾപ്പെടെ 5 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകിയിട്ടില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. വിദേശ സിനിമകൾ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാൻ കേന്ദ്ര ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡിന്റെ അനുമതി വേണമെന്നാണ് ചട്ടം. ചലച്ചിത്രമേളകൾക്കായി ഈ സർട്ടിഫിക്കേഷനിൽ സർക്കാർ ഇളവ് നൽകുകയാണ് പതിവ്.
നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിൽ പോലീസ് കേസെടുത്തേക്കും. അതിജീവിത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. ഇന്നലെ അതിജീവിത മുഖ്യമന്ത്രിയെ ക്ലിഫ് ഹൌസിൽ കണ്ടിരുന്നു. കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ ആന്റണിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ സമൂഹ മാധ്യമങ്ങളിൽ നേരിടുന്ന ആക്ഷേപത്തെക്കുറിച്ചും അതിക്രമത്തെക്കുറിച്ചും അതിജീവിത പരാതി പറഞ്ഞിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. വീഡിയോ പ്രചരിപ്പിക്കുന്നതിൽ നടപടി വേണമെന്നായിരുന്നു ആവശ്യം. ദിലീപിനു കേസിൽ പങ്കില്ല എന്നാണ് മാർട്ടിൻ വീഡിയോയിൽ പറയുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ മാർട്ടിൻ 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്നു. മാർട്ടിൻ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ പുറത്തിറക്കിയ വീഡിയോയാണ് കേസിലെ വിധിക്കു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. കോടതി തള്ളിയ വാദങ്ങളാണ് വീഡിയോയിലുള്ളത്. മാർട്ടിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 20 വർഷം കഠിന തടവിനാണ് കോടതി ശിക്ഷിച്ചത്. പിന്നാലെയാണ് പഴയ വീഡിയോ വീണ്ടും പ്രചരിക്കുന്നത്. വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് പോലീസിന്റെ നീക്കം. IPL മിനി താരലീലത്തിൽ റെക്കോർഡ് തുകയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ വിളിച്ചെടുത്തതിനു ശേഷമുള്ള ആദ്യ മത്സരത്തിൽ തന്നെ ഡക്കായി ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം കാമറൂൺ ഗ്രീൻ. ആഷസ് പരമ്പരയിലെ 3-ാം ടെസ്റ്റിൽ നേരിട്ട 2-ാം പന്തിൽ തന്നെ 0-ന് പുറത്താവുകയായിരുന്നു. 5-ാമനായി ക്രീസിലെത്തിയ ഗ്രീനിനെ ജോഫ്ര ആർച്ചറാണ് പുറത്താക്കിയത്. 2 കോടി അടിസ്ഥാന വിലയുണ്ടായിരുന്ന കാമറൂൺ ഗ്രീനിനെ 25.2 കോടി രൂപയ്ക്കാണ് കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത്. ലീഗിൽ വിദേശ താരത്തിന് ലഭിക്കുന്ന റെക്കോർഡ് തുകയാണ്. മുൻപ് കൊൽക്കത്ത 24.75 കോടിക്ക് ഓസ്ട്രേലിയൻ പേസർ മിച്ചൽ സ്റ്റാർക്കിനെ ടീമിലെത്തിച്ച റെക്കോർഡാണ് തകർന്നത്. 2023 IPL മുംബൈ ഇന്ത്യൻസിനായും 2024 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനായും കളത്തിലിറങ്ങിയ ഗ്രീൻ IPL 29 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 41.59 ശരാശരിയിൽ 707 റൺസാണ് സമ്പാദ്യം. 1 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറികളും താരം സ്വന്തമാക്കിയിട്ടുണ്ട്. 16 വിക്കറ്റുകളും വീഴ്ത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിൽ നിന്നും തീവ്രവാദ സംഘടനകൾക്ക് ധനസഹായം ലഭിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്ത്. 300 ബില്യൺ പൗണ്ട് വരെ ധനസഹായം തീവ്രവാദ സംഘടനകൾക്ക് ബ്രിട്ടൻ നൽകുന്നുവെന്ന് ഹെൻറി ജാക്സൺ സൊസൈറ്റി. വർഷം തോറും ലക്ഷക്കണക്കിന് പൗണ്ടുകൾ കൈപ്പറ്റുന്നത് ഹമാസ്, ബോക്കോ ഹറാം, ഹൂത്തികൾ തുടങ്ങിയ തീവ്രവാദ സംഘങ്ങൾ. റഷ്യൻ ഭീഷണി ശക്തമായ സാഹചര്യത്തിൽ രാജ്യം യുദ്ധത്തിനായി തയ്യാറാകണമെന്ന് ബ്രിട്ടീഷ് സായുധ സേനാ മേധാവി എയർ ചീഫ് മാർഷൽ സർ റിച്ചാർഡ് നൈറ്റൺ. മുന്നറിയിപ്പ്: റഷ്യയുടെ സൈനിക ശക്തി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബ്രിട്ടൻ നേരിട്ടുള്ള ആക്രമണ ഭീഷണി നേരിടാൻ സാധ്യതയുള്ളതിനാൽ സായുധ സേന മാത്രമല്ല രാജ്യത്തിന്റെ ജനങ്ങളെല്ലാം യുദ്ധത്തിൽ പോരാടാൻ തയ്യാറാകണമെന്നും എയർ ചീഫ് മാർഷൽ. ബ്രെക്സിറ്റിന് പിന്നാലെ UK വീണ്ടും എറാസ്മസ് വിദ്യാർത്ഥി കൈമാറ്റ പദ്ധതിയിൽ ചേരാൻ ഒരുങ്ങുന്നു. പദ്ധതി തിരികെ കൊണ്ടുവരുന്നത് 5 വർഷത്തിനു ശേഷം. എറാസ്മസിലേക്കുള്ള തിരിച്ചുവരവ് യൂറോപ്യൻ യൂണിയനുമായി പുതിയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന കിർ സ്റ്റാർമറിന്റെ താൽപര്യത്തിൽ. ഔദ്യോഗിക പ്രഖ്യാപനം ബുധനാഴ്ചയുണ്ടാകും. ലോകത്തിലെ ഏറ്റവും മികച്ച പാസ്പോർട്ടുകളുടെ പുതിയ പട്ടികയിൽ നിന്നും UK പിന്തള്ളപ്പെട്ടു. 15-ാം സ്ഥാനത്ത് നിന്നും തള്ളി മാറ്റപ്പെട്ടത് 35-ാം സ്ഥാനത്തേക്ക്. വലിയ തിരിച്ചടി നേരിട്ട് ബ്രിട്ടൻ. ബ്രെക്സിറ്റിന് ശേഷമുള്ള യാത്രാ നിയന്ത്രണങ്ങൾ, നികുതി, പൗരത്വ നിയമങ്ങളിലെ മാറ്റങ്ങൾ എന്നിവ തിരിച്ചടിക്ക് പ്രധാന കാരണം. സിറിയ ഉൾപ്പെടെ 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് കൂടി ട്രംപിന്റെ യാത്രാവിലക്ക്. പലസ്തീൻ അതോറിറ്റിയുടെ പാസ്പോർട്ട് കൈവശമുള്ളവരെയും അമേരിക്കയിൽ പ്രവേശിപ്പിക്കില്ല. വിലക്ക് ഏർപ്പെടുത്തിയത് അമേരിക്കയെ ഭീഷണിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിദേശികളെ നിരോധിക്കാനെന്ന് വൈറ്റ് ഹൌസ്. ലഹരി മരുന്ന് കടത്ത് ആരോപിച്ച് പസഫിക് സമുദ്രത്തിൽ ബോട്ടുകൾ ആക്രമിച്ച് US സൈന്യം. കൊല്ലപ്പെട്ടത് 8 പേർ. നടപടി തുടരുമെന്ന് ട്രംപ് ഭരണകൂടം. ട്രംപിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് വിവാദ പരാമർശങ്ങളുമായി ട്രംപിന്റെ വിശ്വസ്ത സഹായി രംഗത്ത്. ഇലോൺ മസ്ക് കെറ്റാമിൻ ഉപഭോക്താവെന്നും ആരോപണം. സബ്കാ ബീമ സബ്കി രക്ഷ ബിൽ ലോക്സഭ അംഗീകരിച്ചു. ബിൽ ലക്ഷ്യമിടുന്നത് ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 74-ൽ നിന്ന് 100% 1938 ഇൻഷുറൻസ് ആക്ട് അടക്കം നിർണായക ഭേദഗതികൾ വരുത്തും. രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനികളിൽ പൂർണ്ണമായും വിദേശ ഉടമസ്ഥത അനുവദിക്കും. ലൈംഗികാതിക്രമ കേസിൽ മുൻ മന്ത്രി A. നീലലോഹിതദാസൻ നാടാരെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ പരാതിക്കാരി സുപ്രീം കോടതി. ഹൈക്കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിനാസ്പദമായ സംഭവം നടന്നത് 1999 ഫെബ്രുവരി 27. IAS ഉദ്യോഗസ്ഥ പരാതി നൽകിയത് 2002 ഫെബ്രുവരി. പിണറായിയിൽ CPM പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നത് പടക്കം പൊട്ടി. പുതിയ വാദവുമായി CPM നേതാവ് EP ജയരാജൻ. ബോംബ് പൊട്ടിയാണ് CPM പ്രവർത്തകന്റെ കൈപ്പത്തി തകർന്നതെന്ന ആരോപണത്തിൽ ഉറച്ച് കോൺഗ്രസും BJPയും. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.